മഴക്കെടുതിയിലും ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും തകർന്ന ജോസ്ഗിരിയിലെ ജനജീവിതം ദുരന്തം കഴിഞ്ഞിട്ടും സാധാരണ നിലയിലായിട്ടില്ല. പുറം ലോകവുമായി ബന്ധപ്പെടാൻ നാട്ടുകാർ ഇപ്പോൾ ഇരട്ടി ചെലവാണ് വഹിക്കുന്നത്. ജോലിക്ക് പോയാൽ ലഭിക്കുന്ന കൂലിയുടെ വലിയൊരു ഭാഗവും യാത്രയ്ക്കായി ചെലവാകുന്ന അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. ഓഗസ്റ്റ് 1 തുടർച്ചയായി പെയ്ത കനത്ത മഴയെ തുടർന്നാണ് ജോസ്ഗിരിയിലും സമീപ പ്രദേശങ്ങളിലും ജനജീവിതം താറുമാറായത്. പ്രദേശത്ത് 18ഓളം ഇടങ്ങളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമുണ്ടായി. ജോസ്ഗിരിയിലേക്കുള്ള പ്രധാന പാതയായ ചെറുപുഴ രാജഗിരി ജോസ്ഗിരി റോഡിൽ പലയിടങ്ങളിലും മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ജോസ്ഗിരി താബോർ റോഡിലും അറിവിളഞ്ഞപ്പൊയിൽ റോഡിലും ഗതാഗതം തടസ്സപ്പെട്ടു. ദുരന്തത്തിനിടെ വൈദ്യുതി ബന്ധവും താറുമാറായി. കുടിവെള്ളത്തിനും ഭക്ഷണം പാകം ചെയ്യുന്നതിനും മഴവെള്ളത്തെ ആശ്രയിക്കേണ്ട സാഹചര്യമുണ്ടായി. 7ാം ദിവസമാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കാൻ 10 ദിവസത്തോളം സമയമെടുത്തു. ജോസ്ഗിരി നിവാസികളുടെ പയ്യന്നൂരിലേക്കുള്ള യാത്രയിലെ പ്രധാന ആശ്രയമായിരുന്ന KSRTC ബസ് സർവീസും റോഡ് തകർന്നതോടെ നിലച്ചു. നിലവിൽ ജോസ്ഗിരിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള രാജഗിരി വരെയാണ് ബസ് സർവീസ് ലഭിക്കുന്നത്. ഇതോടെ ഏറ്റവും കൂടുതൽ ദുരിതത്തിലായത് രോഗികളും കുട്ടികളുമാണ്. ആശുപത്രിയിൽ പോകുന്നതിനും മരുന്ന് വാങ്ങുന്നതിനും വലിയ തുക യാത്രയ്ക്കായി ചെലവഴിക്കേണ്ടി വരുന്നു. 100 രൂപയുടെ മരുന്ന് വാങ്ങാൻ പോലും 700 രൂപ വരെ യാത്രാ ചെലവാകുന്ന സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഓഗസ്റ്റ് 1 ഉരുൾപൊട്ടിയതാണ്. എന്നിട്ട് ഒരു 18 ദിവസമായി ഇതുവരെ ഒരു ബസ് വരുന്നില്ല. ഇവിടുത്തെ സ്കൂൾ കുട്ടികൾ മറ്റ് തപാൽവകുപ്പ് എല്ലാം മെയിൽ കൊണ്ടുപോകാനെല്ലാം ബുദ്ധിമുട്ടാണ്. ബസ് വരികയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരുന്നു. ഇത്രയും കാലം ഇവരൊന്നും ചെയ്യുന്നില്ല. ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറയുന്നല്ലാതെ ഇതുവരെയായിട്ട് ഈ റോഡ് തുറന്നിട്ടില്ല നിലവിൽ. ദുരന്തത്തിന്റെ ആദ്യഘട്ടത്തിൽ അധികൃതർ സജീവമായി ഇടപെട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ പ്രദേശത്തിന് വേണ്ടത്ര ശ്രദ്ധ ലഭിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണെന്നും ഇവർ ആരോപിക്കുന്നു. 7ഓ 8ഓ ഉരുൾപൊട്ടലും റോഡിൽ മണ്ണിടിച്ചിലും കാര്യങ്ങളും ഉണ്ടായി. ജോസ്ഗിരി പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഇത് ജോസ്ഗിരി എന്ന പ്രദേശം പയ്യന്നൂർ നിയോജകമണ്ഡലത്തിന്റെയും ഇരിക്കൂർ നിയോജകമണ്ഡലത്തിന്റെയും ബോർഡറാണ്. അതുപോലെ കണ്ണൂർ കാസർഗോഡ് അസംബ്ലി ലോക്സഭാ മണ്ഡലത്തിന്റെയും ബോർഡറാണ്. ഈ ഒരു MP-മാരോ ഒരു MLA-മാരോ അതുപോലെ ചെറുപുഴ പഞ്ചായത്ത് ഉദിരി പഞ്ചായത്ത് ഈ പറഞ്ഞ മെമ്പർമാരെയോ ഒന്നും ഈ കാര്യങ്ങളുമായിട്ട് ഒരു പ്രവർത്തനത്തിനും ഞങ്ങളിവിടെ കണ്ടിട്ടുമില്ല. ഒരു പ്രവർത്തനം നടന്നതായിട്ട് അറിയുന്നുമില്ല. ദൈനംദിന ജോലികൾക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് പല കുടുംബങ്ങളും. റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി വേഗത്തിലാക്കി KSRTC ബസ് സർവീസ് പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടി ഉടൻ സ്വീകരിക്കണമെന്നാണ് ജോസ്ഗിരി നിവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.